കേരള പി എസ് സിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഹ്യൂമൻ ബോഡിയിലെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മോക്ക് ടെസ്റ്റ് എന്ന രീതിക്ക് ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഓർഗാൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫിൽറ്ററിംഗ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ബ്ലഡ്? രക്തത്തിൽ നിന്നും മാലിന്യം അരിച്ചു മാറ്റുന്നതിന് റെസ്പോൺസിബിളായ അവയവം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, കിഡ്നി ഇസ് ദ റൈറ്റ് ആൻസർ. Explanation: The kidneys are vital organs that filter waste products from the blood to be excreted as urine. Kidneys ആണ് ബ്ലഡിലുണ്ടായിരുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് അരിച്ചു കളഞ്ഞിട്ട് മൂത്രമായി പുറത്തുവിടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? ശ്വസന വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. Option B, transportation of oxygen is the right answer. Explanation: The respiratory system is responsible for exchanging oxygen and carbon dioxide between the body and environment. ശ്വസന വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ചിങ് ഓഫ് ഗ്യാസസ്, അതായത് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും നമ്മുടെ ബോഡിയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും എക്സ്ചേഞ്ച് ചെയ്യുക. അതാണ് ശ്വസന വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൺസ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ? തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണെന്നാണ് ചോദ്യം. Option B, cranium is the right answer. Explanation: Cranium is the skull that protects the brain. തലച്ചോറിനെ സംരക്ഷിക്കുന്ന തലയോട്ടിയാണ് ക്രേനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ റെഡ് ബ്ലഡ് സെൽസ്? റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളുടെ പ്രധാന ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ട്രാൻസ്പോർട്ടിംഗ് ഓക്സിജൻ. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യലാണ് ചുവന്ന രക്താണുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. റെഡ് ബ്ലഡ് സെൽസ് കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ വിച്ച് ബൈൻഡ്സ് ടു ഓക്സിജൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ് ത്രൂ ഔട്ട് ദ ബോഡി. ചുവന്ന രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടും. ഈ ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ ബൈൻഡ് ചെയ്തിട്ടാണ് ശരീരത്തിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. പെരിഫറൽ നെർവ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമല്ല. സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനും സ്പൈനൽ കോഡും ഉൾക്കൊള്ളുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, സ്റ്റേപ്പിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ദ സ്റ്റേപ്പിസ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ ഇയർ ഈസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺ, ഏറ്റവും ചെറുതുമാണ് ഏറ്റവും ഭാരം കുറഞ്ഞതുമാണ്. ഏറ്റവും ചെറുതും ഏറ്റവും ഭാരം കുറഞ്ഞതുമായ മനുഷ്യശരീരത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? മിഡിൽ ഇയർ, മധ്യഭാഗത്ത്, ചെവിയുടെ മധ്യഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ്? രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇൻസുലിൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻസുലിൻ produced by the pancreas helps regulate blood sugar levels by facilitating uptake of glucose into cells. ആഗ്നേയഗ്രന്ഥി സ്രവിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് ബ്ലഡ് ഷുഗർ ലെവലിനെ ക്രമീകരിക്കുന്നത്. ഈ ഇൻസുലിൻ എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ കോശത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് ഇൻടേക്കിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ സ്കിൻ? സ്കിന്നിൻ്റെ ഫംഗ്ഷൻ അല്ലാത്ത ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പ്രൊഡക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. സ്കിന്നിൻ്റെ ഫംഗ്ഷൻ അല്ല അല്ലേ റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെന്തൊക്കെയാണ് സ്കിന്നിൻ്റെ ഫംഗ്ഷൻസ് ആയി വരുന്നത്? ഓപ്ഷൻ എ, റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് പാത്തജൻസ്. ആൻഡ് ഓപ്ഷൻ ഡി, സെൻസേഷൻ ഓഫ് ടച്ച്. ദ സ്കിൻ ഡസ് നോട്ട് പ്രൊഡ്യൂസ് റെഡ് ബ്ലഡ് സെൽസ്. ദാറ്റ് ടാസ്ക് ഈസ് പെർഫോംഡ് ബൈ ബോൺ മാരോ. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ മജ്ജ എന്ന് പറയുന്നത് അസ്ഥികളുടെ ഉള്ളിൽ കാണപ്പെടുന്ന വഴക്കമുള്ള കോശങ്ങളാണ് മജ്ജയാണ് റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ അബ്സോർബിംഗ് ന്യൂട്രിയൻസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം? ദഹനവ്യവസ്ഥയിലെ ഏത് ഭാഗമാണ് രക്തത്തിലേക്ക് ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ സി, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഈസ് ദ റൈറ്റ് ആൻസർ. ചെറുകുടലാണ് ന്യൂട്രിയൻസിനെ ബ്ലഡ് സ്ട്രീമിലേക്ക്, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുവാൻ സഹായിക്കുന്നത്. The small intestine is where the majority of nutrient absorption occurs in the digestive system. ദഹനവ്യവസ്ഥയിലെ ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള ന്യൂട്രിയൻസും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റിൻ്റെ സഹായത്തോടെയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മസിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ പമ്പിംഗ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി? ഏത് മസിലാണ് ശരീരം മുഴുവൻ രക്തത്തെ പമ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, ഹാർട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. Heart is a muscular organ that pumps blood throughout the body, delivering oxygen and nutrients to the tissues. കലകൾക്ക് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും ഡെലിവർ ചെയ്തുകൊണ്ട് ശരീരത്തിന് മുഴുവനും ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ആരുടെ ജോലിയാണ്? ഹാർട്ടിൻ്റെ ജോലിയാണ്, ഹൃദയത്തിൻ്റെ ജോലിയാണ്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ ലിവർ? കരളിൻ്റെ ധർമ്മമായി വരാത്തവ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഈസ് എ റൈറ്റ് ആൻസർ. ഇൻസുലിൻ പ്രൊഡക്ഷൻ കരളിൻ്റെ ധർമ്മമല്ല, അല്ലേ? വേറെന്തൊക്കെയാണ് കരളിൻ്റെ ധർമ്മമായിട്ട് വരുന്നത്? ഡീടോക്സിക്കേഷൻ, ഡൈജഷൻ ഓഫ് ഫാറ്റ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ന്യൂട്രിയൻസ്. എക്സ്പ്ലനേഷൻ, while the liver plays a role in blood sugar regulation, it does not produce insulin. Insulin is produced by the pancreas. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ സ്രവിക്കുന്നത്. പക്ഷേ ബ്ലഡ് ഷുഗർ റെഗുലേഷൻ, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ ക്രമീകരണത്തിന് ഒരു മുഖ്യ പങ്ക് കരൾ വഹിക്കുന്നുണ്ട്. എന്നാലും ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുന്നത് കരളല്ല, ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുന്നത് പാൻക്രിയാസ് ആണ്, ആഗ്നേയ ഗ്രന്ഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ സെറിബെല്ലം? സെറിബെല്ലത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കോർഡിനേഷൻ ആൻഡ് ബാലൻസ്. ദ സെറിബെല്ലം ഈസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ബാലൻസ് ആൻഡ് പോസ്ചർ. ശരീരത്തിൻ്റെ തുലനാവസ്ഥയും ഐച്ഛിക പേശികളുടെ ചലനവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് സെറിബെല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂ? മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അസ്ഥികല. താഴെ പറയുന്നവയിൽ ഏതാണ് അസ്ഥികലയിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് എ റൈറ്റ് ആൻസർ. നെർവസ് മസിൽ. നെർവസ് ടിഷ്യൂ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂ. ഇറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. നെർവസ് മസിൽ അസ്ഥികലകളിൽ പെടുന്നില്ല. ഇത് ഇലക്ട്രിക്കൽ സിഗ്നൽസ്, വൈദ്യുത തരംഗങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ധർമ്മം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ എൻഡോക്രൈൻ സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റം അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി വ്യവസ്ഥയുടെ ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് എ റൈറ്റ് ആൻസർ. പ്രൊഡക്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് ഹോർമോൺസ്. ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനും സെക്രീഷനുമാണ് അന്തസ്രാവി വ്യവസ്ഥകളുടെ പ്രധാന ധർമ്മം. ദ എൻഡോക്രൈൻ സിസ്റ്റം പ്രൊഡ്യൂസ് ഹോർമോൺസ് ദാറ്റ് റെഗുലേറ്റ് വേരിയസ് ബോഡിലി ഫങ്ഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. അന്തസ്രാവി വ്യവസ്ഥ ആന്തരിക സമസ്ഥിതി പരിപാലനത്തിനും വേരിയസ് ബോഡിലി ഫങ്ഷൻസ്, ഹോർമോൺസ് ആവശ്യമായ ചില ബോഡി ഫങ്ഷൻസിന് വേണ്ടി ഹോർമോൺസ് സെക്രീഷൻ ചെയ്യുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് രക്തക്കുഴൽ അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ടെൻഡൻ ഇസ് റൈറ്റ് ആൻസർ. ആർട്ടറി, വെയിൻ, കാപ്പിലറി ഇയറൊക്കെ ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് വെസലാണ്, രക്തക്കുഴലാണ്. Tendons are fibrous connective tissues that attach muscles to bones and are not blood vessels. മസിൽസിനെയും അസ്ഥികളെയും കണക്ട് ചെയ്യുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ, നാരുകളുള്ള ബന്ധിത കലയാണ് ടെൻഡൻസ്. അതൊരു രക്തക്കുഴലല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം? സ്റ്റെം എന്നാണ് വന്നിട്ടുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം? ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലസിക വ്യൂഹം. ലിംഫ് സിസ്റ്റത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഫൈറ്റിംഗ് ഇൻഫെക്ഷൻസ് ആൻഡ് റിമൂവിംഗ് ടോക്സിൻസ്. ലിംഫ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് ടോക്സിൻസിനെ റിമൂവ് ചെയ്യലും, വിഷവസ്തുക്കളെ റിമൂവ് ചെയ്യലും, ഇൻഫെക്ഷനുമായി ഫൈറ്റ് ചെയ്യലും. ലിംഫാറ്റിക് സിസ്റ്റം ഹെൽപ്സ് ഫൈറ്റ് ഇൻഫെക്ഷൻസ് ബൈ പ്രൊഡ്യൂസിങ് വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് റിമൂവിംഗ് ടോക്സിൻസ് ആൻഡ് വേസ്റ്റ് ഫ്രം ദ ബോഡി. ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പ്രോഡക്ട്സിനെയും ടോക്സിൻസിനെയും റിമൂവ് ചെയ്തിട്ട് ഇൻഫെക്ഷനുമായി ഫൈറ്റ് ചെയ്യും ബൈ പ്രൊഡ്യൂസിങ് വൈറ്റ് ബ്ലഡ് സെൽസ്. ശ്വേതരക്താണുക്കളെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൻഫെക്ഷനുമായി ഫൈറ്റ് ചെയ്യുന്നതിനൊക്കെ ബന്ധപ്പെട്ടതാണ് ലിംഫാറ്റിക് സിസ്റ്റം, ലസിക വ്യൂഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് യൂറിൻ? യൂറിൻ നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഓർഗാൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, കിഡ്നി ഇസ് റൈറ്റ് ആൻസർ. ദ കിഡ്നീസ് ഫിൽട്ടർ വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ബ്ലഡ് ടു പ്രൊഡ്യൂസ് യൂറിൻ. രക്തത്തിൽ നിന്നും വേസ്റ്റ് പ്രോഡക്റ്റിനെ ഫിൽട്ടർ ചെയ്തിട്ട് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന ഓർഗാനാണ് കിഡ്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ സ്കെൽറ്റൽ സിസ്റ്റം? മനുഷ്യാസ്ഥികൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റേണൽ ഓർഗാൻസ്. ഇന്റേണൽ ഓർഗാൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് മനുഷ്യാസ്ഥികൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം, സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. എക്സ്പ്ലനേഷൻ, ദ സ്കെൽറ്റൽ സിസ്റ്റം പ്രൊവൈഡ്സ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഫോർ ദ ബോഡി ആൻഡ് പ്രൊട്ടക്ട്സ് ഇന്റേണൽ ഓർഗാൻസ്. ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണവും മൂവ്മെൻറ്റ് ഫോർ ദ ബോഡി, ശരീരത്തിൻ്റെ ചലനവും സാധൂകരിക്കുന്നതാണ്
സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദി ഹൈപ്പോതലാമസ്? ഹൈപ്പോതലാമസിൻ്റെ ധർമ്മമായി വരാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് എ റൈറ്റ് ആൻസർ. റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്, കൺട്രോൾ ഓഫ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്, ഇതൊക്കെ ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷനായിട്ട് വരും. കോർഡിനേഷൻ ഓഫ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ അല്ല. അത് ആരുടെ ഫംഗ്ഷനാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷനാണ് കോർഡിനേഷൻ ഓഫ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. എക്സ്പ്ലനേഷൻ, ഹൈപ്പോതലാമസ് റെഗുലേറ്റ്സ് വേരിയസ് ബോഡിലി ഫംഗ്ഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, ഹങ്കർ, തേഴ്സ്റ്റ് ആൻഡ് ഹോർമോൺ പ്രൊഡക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ കോർഡിനേറ്റിംഗ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ക്രമീകരിക്കൽ, ഹങ്കർ, തേഴ്സ്റ്റ്, വിശപ്പ്, ദാഹം, ഹോർമോൺ പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് ഹൈപ്പോതലാമസിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. പക്ഷേ വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഐച്ഛിക പ്രവർത്തനത്തിൻ്റെ കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ അഡ്രിനൽ ഗ്ലാൻഡ്? അഡ്രിനൽ ഗ്രന്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, പ്രൊഡക്ഷൻ ഓഫ് അഡ്രിനാലിൻ ഈസ് ദ റൈറ്റ് ആൻസർ. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് അഡ്രിനാലിൻ്റെ പ്രൊഡക്ഷൻ. ദ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഹോർമോൺസ് സച്ച് ആസ് അഡ്രിനാലിൻ ദാറ്റ് ഹെൽപ്പ് ദ ബോഡി റെസ്പോണ്ട് ടു സ്ട്രെസ് ആൻഡ് റെഗുലേറ്റ് മെറ്റബോളിസം. അഡ്രിനൽ ഗ്രന്ഥിയാണ് അഡ്രിനാലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അഡ്രിനാലിൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് അഡ്രിനാലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം? മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, പാൻക്രിയാസ് ഈസ് റൈറ്റ് ആൻസർ. എ, വൈറ്റ് ബ്ലഡ് സെൽസ്. ബി, ബോൺ മാരോ. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ മജ്ജ. സി, ലിംഫിനോഡ്സ്. ഇതൊക്കെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. എക്സ്പ്ലനേഷൻ, ദ പാൻക്രിയാസ് ഈസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇറ്റ് പ്രൈമർലി ഫങ്ഷൻസ് ഇൻ ഡൈജഷൻ ആൻഡ് ബ്ലഡ് ഷുഗർ റെഗുലേഷൻ. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ബ്ലഡ് ഷുഗർ റെഗുലേഷനും പിന്നെ ഡൈജഷനും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് പാൻക്രിയാസ്. അല്ലാതെ പാൻക്രിയാസ് പ്രതിരോധ സംവിധാനവുമായി ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ യൂറിനറി സിസ്റ്റം? യൂറിനറി സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഫിൽറ്ററിംഗ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ബ്ലഡ്. രക്തത്തിൽ നിന്നും വേസ്റ്റ് പ്രോഡക്റ്റിനെ അരിച്ചു കളയുക എന്നതാണ് യൂറിനറി സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. എക്സ്പ്ലനേഷൻ, ദ യൂറിനറി സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദ കിഡ്നീസ്, യൂറിറ്റേഴ്സ്, ബ്ലാഡർ ആൻഡ് യൂറിത്ര ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫിൽറ്ററിംഗ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ബ്ലഡ് ആൻഡ് എക്സ്ക്രീറ്റിംഗ് ദം ആസ് യൂറിൻ. യൂറിനറി സിസ്റ്റത്തിൽ എന്തൊക്കെ ഉൾപ്പെടും? കിഡ്നീസ്, യൂറിറ്റേഴ്സ്, ബ്ലാഡർ ആൻഡ് യൂറിത്ര. ഇതൊക്കെ കൂടിയിട്ട് ബ്ലഡിലെ വേസ്റ്റ് പ്രോഡക്ട്സിനെ ഫിൽട്ടർ ചെയ്തിട്ട് മൂത്രമായി പുറത്തുവിടുന്നതാണ് യൂറിനറി സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്? ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ശ്വേതരക്താണുവാണ്. ലിംഫോസൈറ്റാണ് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻറ്റിബോഡീസ് ഹെൽപ്പ് ദ ബോഡി ഫൈറ്റ് ഇൻഫെക്ഷൻ. ബോഡിയെ നമ്മുടെ ശരീരത്തെ ഇൻഫെക്ഷനുമായി ഫൈറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് ഒരു ശ്വേതരക്താണുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം? ദഹന വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബ്രേക്കിംഗ് ഡൗൺ ഫുഡ് ആൻഡ് അബ്സോർബിംഗ് ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിലെ ഭക്ഷണങ്ങളെ ചെറു കണികളാക്കുകയും അതിനെ ന്യൂട്രിയൻസിനെ ആഗിരണം സുഗമമാക്കലുമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. Explanation, the digestive system breaks down food into nutrients that can be absorbed by the body and eliminate waste products. Next question, which of the following is not a function of the circulatory system? Option C is the right answer. Producing hormones is not a function of circulatory system. Circulatory system എന്തൊക്കെ ഉൾപ്പെടും? Transporting nutrients and oxygen to cells, removing waste products from cells, regulating body temperature. Explanation, while the circulatory system transports hormones produced by endocrine glands, it is not responsible for producing hormones itself. ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സർക്കുലേറ്ററി സിസ്റ്റമായി ഒരു ബന്ധവുമില്ല. അന്തസ്രാവി വ്യവസ്ഥ പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺസിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ വീഡിയോയിൽ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ.